നീ കാണിച്ച തെറ്റൊന്നുമില്ല. തെറ്റാണ് ചേച്ചി, എനിക്കറിയാം. ചേച്ചിയുടെ റെസിപ്പി അല്ലായിരുന്നു. ഞാൻ വെറുതെ അത് എൻ്റെ പേരിൽ അയക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും ഞാൻ അത്രയൊക്കെ നിനക്കിപ്പോൾ കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ എന്തിനാ ഇത്രയും കിടന്നത് ചന്ദ്രഹാസം തുള്ളുന്നത്? അതൊന്നും അല്ലേ ചേച്ചി. ചേച്ചി ചെയ്തൊരു കാര്യം ഞാനാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ആ ക്രെഡിറ്റ് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു മോശ സ്വഭാവമാണ്. ചെയ്യാൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയണത് ഒന്നുമല്ല, എൻ്റെ ഭാഗത്ത് തെറ്റ്. നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം ഇല്ലാത്ത പോലെ തോന്നും. എനിക്ക് ആകെ ഉള്ളത് നീയല്ലേ. ചേച്ചിക്ക് അറിയാലോ, എനിക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ കുഴപ്പമില്ലല്ലോ. ചേച്ചിക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇല്ലേ, തക്കാളി വീട്ടിലുണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. ആണോ? എടുത്തോണ്ട് ഞാൻ തക്കാളി വേണമെന്ന് വെറുതെ പറഞ്ഞതാ. എനിക്ക് ഉള്ളിലിരുന്ന് തിങ്ങിയിട്ട് പാടണ്ടായി. ഇവിടെ തക്കാളി ഇല്ല, സത്യം. തക്കാളി ഉണ്ട്, ഞാൻ കൊണ്ടുതരാട്ടാ. എന്തായാലും പെണ്ണുങ്ങൾ അടി നിർത്തി. നമുക്ക് തുടങ്ങിയാലോ അടി? അടിക്കാൻ സാധനം എടുത്തോണ്ടോ പൈസ? ചുമ്മാ ഇല്ലടാ, ഞങ്ങൾ മുതിർന്നവർ വേറെ കാര്യങ്ങളാണ് സംസാരിക്കണേ. ഒന്നുമില്ല, കനകന് ഞാനും കൂടെ ഉള്ള അടി. പിന്നെ നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് കണ്ട. എന്തായാലും ഇവിടുത്തെ പ്രശ്നം തീർന്നിരിക്കേ. ആ കനക വന്ന് എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. എവിടെ പോണത്? ചുമ്മാ ഇവിടെ നിൽക്കും. അല്ല, ഇന്ന് പോണം. അവിടെ പോയിട്ട് അങ്ങനെ വാങ്ങ. ഓ, ഞാൻ ഓടി വരാറ് ജംഗ്ഷനിൽ നിന്ന്. ഒരു സംഭവമുണ്ട്. എന്ത് മനുഷ്യനാണോ എന്തോ ഇതിപ്പോ എല്ലാം പെട്ടെന്നായിരുന്നടേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്ക് ഈ പെൺമനസ്സുകാരൻ നമ്മൾ അങ്ങ് ദത്തെടുത്തിരിക്കുകയാണെന്ന്. കൺഗ്രാലേഷൻസ്. എന്തിന്? കൊടുടെ കൈ. നിന്റെ ഫോട്ടോ കണ്ടാ? തമാശ എഴുതിയതിന് ഫസ്റ്റ്. ഞാൻ അയക്കൂലെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആര് തമാശ? ആരെഴുതി വെച്ചു? നീ അയച്ചാ? ഇല്ല, ഞാൻ എഴുതി വെച്ചിട്ടില്ല. സത്യം പറയടാ. ഡേ എനിക്കൊരു സംശയം. സഹോദര, നീ അയച്ച? തമാശ ഉണ്ട്, പക്ഷെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സത്യം അമ്മണ എഴുതി. പിന്നെ ആരുടെ അയച്ചത്? ഞാൻ എഴുതി അയച്ചത്. ലില്ലിപ്പെണ്ണ? നീയാ? ആ, ചേച്ചിയുടെ പേരില്. അത് പ്രൈസ് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കിട്ടിയാ? ഓ, അതാണ്ട് ഫോട്ടോയും ഇതെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് പ്രൈസാ? പിന്നെ ഭർത്താവേ, സന്തോഷമായ ഫോട്ടോ കണ്ടാ? ആ ഫസ്റ്റ് പ്രൈസ് അടിച്ച ഞാൻ വിചാരിച്ചു 2 ലക്ഷം കൂട്ടാവുന്ന വിചാരിച്ചു. അതിന് മുമ്പ് കൂട്ടാവുന്ന വിചാരിച്ചില്ല. അതറിഞ്ഞില്ലല്ലോ ഞാൻ. എനിക്ക് എഴുതി അയച്ചിട്ടുണ്ടെന്ന്. അല്ല, ഇവിടെ എന്ത് തമാശ വിട്ടേക്കണേ? ലില്ലിപ്പെണ്ണ കോമഡി ഒന്ന് വായി കേക്കട്ടെ. ഉറക്കമായി തമാശ ഞാൻ വായിക്കാം. ഭർത്താവ് ഭാര്യയോട്: ചെറുപ്പത്തിൽ ഞാൻ ടൂറിന് പോയപ്പോൾ ഒരു കുരങ്ങിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോ കണ്ടിട്ട് അമ്മ ഒരു തമാശയ്ക്ക് ചോദിച്ചു, ഇതിൽ നീ ഏതാ മകനേ എന്ന്. അല്ല, അത് ഇത്രയല്ല, ബാക്കിയുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് ഭാര്യ: നിങ്ങളുടെ അമ്മ ഒട്ടും തമാശക്കാരിയല്ല, ശരിക്കും നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ ഏതാണെന്ന് മനസ്സിലായി കാണില്ല. അത് കലക്കി. സൂപ്പർ. ഇത് ഈ തമാശ ജീവിതത്തിൽ നിന്ന് വലിച്ചെടുത്തേതാന്ന്. നമ്മളെ കൂടെ ബാധിക്കൂടി. പക്ഷെ എന്നാലും നിന്റെ സെൻസ് ഭയങ്കരമാണ് കേട്ടോടി. നല്ല സാധനം. ഇത്രയും ചിന്താശേഷിയൊക്കെ നിനക്കൊണ്ടെന്ന് അറിഞ്ഞില്ല. ഇവിടെ ആരും പറഞ്ഞില്ല. ഡേയ്, നിസാര സാധനത്തിനല്ല നിന്റെ കൈ പിടിച്ച് വന്നേക്കണം, മനസ്സിലായോ? അതെ, നീ കെട്ടണതിന് മുമ്പേ മുല്ലപ്പൂ ഞങ്ങളായിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത, ഞങ്ങൾ ഒരുമിച്ച് വളർന്നേ. ഇതിനും ഇല്ലല്ലോ. എന്തായാലും ഹാപ്പി ആയല്ലോ. എന്നാ ഫോട്ടോയും വീക്കിലി കൊണ്ടുവച്ചോ. ഒന്നുകൂടെ നോക്കിയോ ഫോട്ടോ? അല്ല, തലക്കാൻ ഭാഗത്ത് വെച്ചോ. വേണ്ടപ്പോ നോക്കിക്കോ.